ഫസ്റ്റ് 9000 സീരീസ് 9950X വെച്ചിട്ടുള്ള PC build ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. So without wasting much time, this is Prashant Aviar, you're watching Geekbox TV. ആദ്യം തന്നെ ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡ് നമുക്ക് വന്നപ്പോൾ ഞങ്ങൾ Ryzen 9 7950X 3D 2023 ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് പ്രൊസറാണ് 7950X 3D. ആ ഒരു പ്രൊസർ ഉപയോഗിക്കാവുന്നതായിരുന്നു. പക്ഷേ ആ സമയത്താണ് നമ്മുടെ AMDയുടെ CEO 9000 സീരീസ് റിലീസ് ചെയ്യുന്ന ഒരു ന്യൂസ് ഗ്ലോബലി അനൗൺസ് ചെയ്തത്. എന്നിട്ട് 9950X ആദ്യം തന്നെ കേരളത്തിൽ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റി. അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡിൽ 9000ന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ടിൽ ഡേറ്റ് വെച്ചിരിക്കുന്ന 9950X പ്രോസസറാണ് ഞങ്ങൾ ഈ ഒരു PC ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോമ്പണന്റിന്റെയും പ്രൈസ് ഞങ്ങൾ പറയുന്നില്ല. കാരണം ഈ ഒരു പ്രൈസ് ലോഞ്ച് പ്രൈസ് ആണ്. കാരണം പല കോമ്പണന്റ്സും ഇന്ത്യയിൽ തന്നെ എസ്പെഷ്യലി കേരളത്തിൽ അവൈലബിലിറ്റി വളരെ സ്ട്രഗ്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സോഴ്സ് ചെയ്ത് എടുക്കാനായിട്ട് ഞങ്ങൾക്ക് അധികം ഒരു 2-3 വീക്സോളം നമ്മൾ ഇതിന്റെ പിറകെ നടന്നിട്ടാണ് ഈ പർട്ടിക്കുലർ പ്രോഡക്ട്സ് നമുക്ക് എത്തിക്കാനും പർട്ടിക്കുലർ PC ഇന്റഗ്രേറ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും ഒക്കെ പറ്റിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ പ്രോഡക്ട്സോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സോ വെച്ച് ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷനോ റേറ്റ്സോ അവൈലബിലിറ്റി ഒക്കെ നോക്കാൻ ഗിഗ്ബോസിന്റെ ഫ്രണ്ട് ലൈനിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 9000ൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസർ ആണെന്ന് മാത്രമേ ഈ ഒരു 9000 നമ്മൾ പറയുന്നുള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ ബിൽഡ് ഞങ്ങൾ ഒരു 1 month ബാക്ക് ആണ് ഈ ഒരു ക്ലയന്റ് നമുക്ക് റിക്വയർമെന്റ് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിലോട്ട് നമ്മൾ എത്തുന്നത്. ആ സമയത്ത് Ryzenന്റെ 9000 സീരീസ് 7950X 3D ആണ് ഈ ഒരു ബിൽഡ് പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ക്ലയന്റ് വരെ ഡിസ്കസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് AMDയുടെ CEO 9000 സീരീസ് റിലീസ് ആവുന്നു. അതും റിലീസ് ആകുന്ന ഡേറ്റ് ഉൾപ്പെടെ അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു മന്തും കൂടെ ഡിലേ ആക്കിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ബിൽഡ് നിങ്ങളോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വെരി ഫസ്റ്റ് Ryzen 9950X ആണ് ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് പഴയ 7000 സീരീസിലാണ് താല്പര്യമെങ്കിൽ അതിലോട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നേരെ നമുക്ക് മദർ ബോർഡ് ചോയ്സ് ആയിട്ട് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് Asusന്റെ Crosshair X670E ഹീറോ ഗെയിമിംഗ് വൈഫൈ മദർ ബോർഡ് ആണ്. ഏറ്റവും ടോപ്പ്, അതായത് നമ്മൾ ഇതിനു മുമ്പ് MSIയുടെ X670E Ace ആണ് നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ Godlike Series ഒക്കെ ഉണ്ട്. അതൊക്കെ 1 ലക്ഷത്തിന് മുകളിലൊക്കെയാണ് അതിന്റെ റേറ്റ്. അപ്പോൾ 50,000-60,000 രൂപ റേഞ്ചിനകത്ത് വൺ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലൈൻ ബിൽഡ് ക്വാളിറ്റിയും റിലയബിൾ ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. Asusന്റെ X670E ഹീറോ ഗെയിമിംഗ് Crosshair ഞങ്ങൾ ഈ ഒരു ബോർഡായിട്ട് ചൂസ് ചെയ്തത്. ഗൈസ്, റാം ചോയ്സ് ആയിട്ട് ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള റാം ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വൺ ഓഫ് ദ ടോപ്പ് റേറ്റഡ് ആയിട്ടും അതും 32GB Corsair ഡോമിനേറ്റഡ് ടൈറ്റാനിയം സീരീസ് 6000 MHz DDR5 റാം ആണ് ഞങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതും 32GB അല്ല, 32GBയുടെ 4 എണ്ണം 128GB ആണ് ടോട്ടൽ ഈ PCയുടെ മെമ്മറി വരുന്നത്. ഗൈസ്, സ്റ്റോറേജ് ആയിട്ട് അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 8TB SSD ആണ്. അതും XPG S70 ബ്ലേഡ് 7000 MB/s സ്പീഡ് ഉണ്ട്. Gen PCI 4.0 ആണ് കേട്ടോ. അത് തന്നെ 4TBയുടെ 2 എണ്ണം. ഇനി ഈ ഒരു ബോർഡിൽ ഇല്ലാത്ത ഫീച്ചർ ഇല്ല ഗൈസ്. ഈ ഒരു ബോർഡിൽ ആൾറെഡി 4 M.2 NVMe സ്ലോട്ട് വരുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് സ്റ്റോറേജ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള എക്സ്റ്റൻഡർ കാർഡും ഇതിനകത്ത് വരുന്നുണ്ട്. 8TB ആണ് കറന്റ് വെച്ചിരിക്കുന്നത്. ഫ്യൂച്ചറിൽ എത്ര TB വേണോ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ലിക്വിഡ് കൂളർ ആണ് അടുത്ത ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിൽ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതും Lian Liയുടെ Galahad 2 LCD 360mm SL Infinity, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൈനപ്പിൽ ഇൻ ഡിസ്പ്ലേ ഉള്ള ഒരു മോഡലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന ലിക്വിഡ് കൂളർ. 9950X വളരെ ചില്ലായിട്ട് ഉപയോഗിക്കാൻ Lian Liയുടെ ബെസ്റ്റ് കൂളർ ആണ് ഞങ്ങൾ ഈ ഒരു ബിൽഡിന് എടുത്തിരിക്കുന്നത്. മോർ ഓവർ എസ്തെറ്റിക്സിനും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡിനെ വൺ ഓഫ് ദ ബെസ്റ്റ് ലൈനപ്പിൽ എത്തിക്കാൻ പറ്റിയത് ഇതിന്റെ ഗ്രാഫിക്സ് കാർഡ് ചോയ്സിലൂടെയാണ്. MSIയുടെ RTX 4090 Supreme X നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പർട്ടിക്കുലർ ബിൽഡ് ചെയ്തപ്പോൾ ഈഗിളിന് ഞങ്ങൾ ബിൽഡ് ചെയ്തത് RTX 4090 Supreme X വെച്ചിട്ടായിരുന്നു. 24GB ആണ് ഇതിന്റെ മെമ്മറി. അപ്പോൾ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്ട്രീം ലൈക്ക് ഗെയിമിംഗ്, സ്ട്രീമിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, എഡിറ്റിംഗ് 4K ഈവൻ 8K വരെ നിങ്ങൾക്ക് ഇതിൽ പ്ലേയബിൾ ആണ് ഈസിലി വിത്തൗട്ട് എനി ഡിലേ. ഇന്ന് Nvidia ഇറങ്ങിയ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ 4090 സീരീസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കാർഡാണ് ഞങ്ങൾ ഈ ഒരു ബിൽഡിലും ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അടുത്തത് പവർ സപ്ലൈ ആണ്. ഈ 4090യും 9950Xും Crosshairഉം എല്ലാം കൂടെ പവർ ചെയ്യാൻ പറ്റിയ ഒരു 16 PSU നമുക്ക് ഈ ഒരു ബിൽഡിൽ വേണമായിരുന്നു. ഞങ്ങൾ Coolmaster, Deepcool എന്നീ ബ്രാൻഡുകളുടെ ഒക്കെ മോഡൽസ് നോക്കിയതാണ്. പക്ഷെ അവസാനം വന്നെത്തിയത് Corsairന്റെ HX 1200i സീരീസിലാണ്. പ്ലാറ്റിനം ഗ്രേഡഡ് PSU ആണ്. ഇനി ഇതിനപ്പുറത്തൊരു PSU ഉണ്ടെന്ന് വെച്ചാൽ 1500 ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ആവശ്യം ഈ ഒരു പർട്ടിക്കുലർ BCയിൽ ഇല്ല. 4090യും എല്ലാം പവർ ചെയ്യാൻ 1000 watts ഈസ് മോർ ദാൻ ഇനഫ്. ഒരു വളരെ സ്റ്റാൻഡേർഡും വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു
ഒരു മോഡലാണ് കോസയുടെ HXC 1200i സീരീസ്. കുറെ ക്യാബിനറ്റ് മോഡൽസ് ഇപ്പൊ ലേറ്റസ്റ്റ് ലൈനപ്പിൽ പോലും ഇഷ്ടം പോലെ കണ്ടമാന ക്യാബിനറ്റ് മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട്. ലിയാൻലിയുടെ ഓലവൻ വിഷൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഹയർ എൻഡ് ആയിട്ടുള്ള കോൺകൂർ ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം എത്തിയപ്പോ കുറെ മോഡൽസ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തപ്പോഴും ഒരു അത്ര പോരാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാച്ചിങ് വേണം. അങ്ങനെയാണ് ഞങ്ങള് കൂളർ മാസ്റ്ററിന്റെ ഹാഫ് 700 ഇവോ ക്യാബിനറ്റിലോട്ട് വന്നത്. ആകപ്പാടെ ഇന്ന് കേരളത്തില് അത് രണ്ട് ക്യാബിനറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതില് 2 ക്യാബിനറ്റും ഗീക്ക് ബോസിൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ അത് ഡെലിവറിയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ഏരിയ നിങ്ങൾ കണ്ട, ഫ്രണ്ട് ഏരിയയിലുള്ള LED ബാർസ് ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. അതിലുപരി ഫ്രണ്ടില് ഒരു നടുക്കായിട്ട് ഒരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. ആ ഡിസ്പ്ലേയിലും നിങ്ങൾക്ക് ജിഫോ, വീഡിയോ, ഫോട്ടോ എന്ത് വേണോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 15-16 ഫാൻസോളം ഈ ഒരു ക്യാബിനറ്റിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ കോമ്പണൻസ് അല്ലാതെ കസ്റ്റം ക്യാബിനറ്റ് ലൂപ്പ് പോലും, അതായത് വാട്ടർ കൂളിംഗ് ലൂപ്പ് പോലും നമുക്ക് ഈ ഒരു ബിൽഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ആഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു പർട്ടിക്കുലർ ക്യാബിനറ്റിൽ വരുന്നുണ്ട്. ഗൈസ്, ഈ ഒരു ക്യാബിനറ്റിൽ വെച്ചപ്പോൾ തന്നെ നമുക്ക് ഫുൾ ലൈറ്റിംഗും ഇതെല്ലാം ഒന്ന് സിങ്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ലിയാൻലിയുടെ തന്നെ SL ഇൻഫിനിറ്റി ഫാൻസ് 120mm 16 ഫാൻസും കൂടി ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 6 എണ്ണം റിവേഴ്സിബിൾ ഫാൻ ആണ്. നോർമലി എല്ലാവരും ചെയ്യുന്നത് ഈ ഫാനിനെ തലകുത്തനെ വെച്ചിട്ടാണ് റിവേഴ്സിബിൾ ആക്കുന്നത്. ഇതിൽ ആൾറെഡി റിവേഴ്സിബിൾ ആയതുകൊണ്ട് എസ്തെറ്റിക്കലി ഒരു കേബിളോ അല്ലെങ്കിൽ ഒരു വൃത്തികേടോ അതിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിൽഡിൽ നമ്മൾ റിവേഴ്സിബിൾ ഫാൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ലിയാൻലിയുടെ ഇത്ര എക്സ്ട്രീം ലെവലിലോട്ടൊന്നും പോകണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പേഴ്സണലി. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ക്വാളിറ്റിയിൽ SL ഇൻഫിനിറ്റി is one of the best lineup of ARGB fans out there. Guys, ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡ് കസ്റ്റമൈസേഷന്റെ ടോപ്പ് ടയറിൽ എത്തിക്കാനായിട്ട് ഞങ്ങൾ ഇതിൽ ലിയാൻലിയുടെ സ്ട്രിമ്മർ 24 പിൻ കേബിളും 12 പവർ ഹൈ പവർ കേബിളും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ലെവലിലും ലിയാൻലിയുടെ മാക്സ് ഔട്ട് പ്രോഡക്ട്സും നമ്മൾ ഈ ഒരു ബിൽഡ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി ലിക്വിഡ് കൂളർ ആയിക്കോട്ടെ, കേസ് ഫാൻസ് ആയിക്കോട്ടെ, സ്ട്രിമ്മർ കേബിൾസ് ആയിക്കോട്ടെ, മോർ ഓവർ റിവേഴ്സിബിൾ ഫാൻസ് ഉൾപ്പെടെ നമ്മൾ ലിയാൻലി ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലിയാൻലിയുടെ ലൈറ്റിംഗ് എക്കോസിസ്റ്റം ഈസ് എക്സംപ്ലറിലി ഗുഡ്. കാരണം വേറെ ഒരു ARG കണക്ടിവിറ്റി നോക്കുകയാണെങ്കിലും പലതിനും ബഗ് ഇഷ്യൂസ് ഉണ്ട്, പല മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുമ്പോൾ ക്രാഷ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു പർട്ടിക്കുലർ PC ബിൽഡ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പരമാവധി അതിന്റെ ഫാൻസും ലിക്വിഡ് കൂളറും എല്ലാം ഓൾമോസ്റ്റ് സ്ട്രിമ്മർ കേബിൾ ഒക്കെ വരികയാണെങ്കിൽ ലിയാൻലി തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻ. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് MSIയുടെ ഒരു ലൈനപ്പ് പോവുകയോ അല്ലെങ്കിൽ അസൂസിന്റെ ഓറ സിങ്ക് ഉപയോഗിച്ചുള്ള പ്രോഡക്റ്റ് ലൈൻ, അതായത് അസൂസിന്റെ മാത്രം പ്രോഡക്റ്റ് ലൈൻസ് ഓറ സിംഗിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് MSIയോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ ലിയാൻലി ഉപയോഗിക്കുന്നുണ്ട്, എസ്പെഷ്യലി സ്ട്രിമ്മർ കേബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിയാൻലിയുടെ പ്രോഡക്റ്റ് ലൈൻസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ സോഫ്റ്റ്വെയറിൽ എല്ലാ ലൈറ്റിംഗും നിങ്ങൾക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡ് കുറച്ചും കൂടി ഒരു ആനിവേഴ്സറി പ്രീമിയം സീരീസ് ആക്കി എടുക്കാനായിട്ട് ഞങ്ങൾ ഇതിൽ ലേസർ എച്ചിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട്. ഒരു ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു മിറർ കൈൻഡ് ഓഫ് എ ലുക്കിംഗ് ടൈപ്പ് പാനലാണ്. അതിൽ നമ്മൾ ഗീക്ക് ബോസിന്റെ ബ്രാൻഡിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ക്ലയന്റ് ആയിട്ടുള്ള പ്രബിൻ എന്നാണ് കസ്റ്റമറിന്റെ പേര്. അപ്പൊ പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാം ആസ്ട്ര എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈൻ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു PC ബിൽഡ് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കി കാണേണ്ട ഒരു കാര്യമാണ് 4090 ഉണ്ട്, 9950X ഉണ്ട്. അപ്പൊ ഉപയോഗിക്കുന്ന മോണിറ്റർ ഏതാണ്? 360 ഹെർട്സിന്റെ AOCയുടെ IPS പാനലാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 360 ഹെഡ്സ് 0.5 ms റെസ്പോൺസ് ടൈം, അതാണ് ഏറ്റവും വലിയ ഗുണം. ഇ സ്പോർട്സ് ലെവലിൽ ഗെയിം കളിക്കാനും. അത് കൂടാതെ ബെൻക്യൂന്റെ PD2706U 4K റേഞ്ചിൽ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡറി എഡിറ്റിംഗ് സീരീസ് മോണിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൂടാതെ 2 മോണിറ്റർ എക്സ്ട്രാ ആയിട്ട് ബെൻക്യൂന്റെ തന്നെ GW2490T എന്ന് പറയുന്ന 2 മോണിറ്റേഴ്സും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 4 മോണിറ്റർ സെറ്റപ്പ് ആണ് ഈ ഒരു ബിൽഡ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത്. എഡിറ്റിംഗിനായിക്കോട്ടെ, ഗെയിമിങ്ങിനായിക്കോട്ടെ, സ്ട്രീമിങ്ങിനായിട്ട് എക്സ്ട്രീം ലെവൽ ഇത്രയൊക്കെ പൈസ മുടക്കുമ്പോൾ 5 to 6 ഇയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നം അതിൽ ഉണ്ടാവാതിരിക്കാനാണ് ഇത് ഏറ്റവും ബെസ്റ്റ് മാക്സ് ഔട്ട് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഗൈസ്, അക്സസറീസ് സെക്ഷൻ ആയിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ലോജിടെക്കിന്റെ G Pro X ഹെഡ്സെറ്റ് ആണ്. ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ലൈൻ ഇ സ്പോർട്സ് ലെവൽ ഒരു ഹെഡ്സെറ്റ് ആണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു പർട്ടിക്കുലർ മോഡൽസ് കുറെ കാലമായിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഇ സ്പോർട്സ് ലെവലിൽ ഉപയോഗിക്കുന്ന ആൾക്കാരും സ്ട്രീമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ലൈനിൽ. അത് കൂടാതെ G Pro Super Light 2 എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് മൗസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് വേരിയന്റ് ആണ് കേട്ടോ. അതുകൂടാതെ G Pro തന്നെ ഗെയിമിംഗ് കീബോർഡും, അത് 10 കീലെസ് ആയിട്ടുള്ള ഒരു കീബോർഡും ഞങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗൈസ്, ഈ ഒരു പർട്ടിക്കുലർ PC ബിൽഡിന്റെ ബെഞ്ച് മാർക്ക് ആരും ചോദിച്ചുകൊണ്ട് വരണ്ട. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ലൈനപ്പ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു PC ബിൽഡിൽ ഉപയോഗിച്ചത്. അത് മോസ്റ്റ് എക്സ്ട്രീം ഗ്രാഫിക്സ് കാർഡ് ആയിട്ടുള്ള 4090 9950X സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗിനായിക്കോട്ടെ, ഗെയിമിംഗിനായിക്കോട്ടെ ഇതിനെ വെല്ലാനായിട്ടുള്ള സ്പെക്ക് വർക്ക് സ്റ്റേഷൻ ലെവലിലൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അതല്ലാതെ നിങ്ങൾ നോർമലി ഒരു കൺസ്യൂമർ ലെവലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ദ പീക്ക്. ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിന്റെ റീൽസും ഫോട്ടോസും എല്ലാം നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. ഡു ഫോളോ us on Instagram. സോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് ആബി സൈനിങ് ഓഫ്.
അപ്പൊ ഇത് ആനിവേഴ്സറി എഡിഷൻ PC ആണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായ പ്രാധാന്യത്തിൽ ഇമ്പോർട്ടൻസിൽ തന്നെ നമ്മൾ ഈ ഒരു PC ഡെലിവറി ആണ്. അപ്പൊ പ്രവീൺ ഫൈനലി വെൽക്കം ടു ഗീക്രോസ്. അപ്പോൾ നമുക്ക് ലോഞ്ച് ചെയ്യാം അല്ലേ? അപ്പൊ എല്ലാവരും